തപ്പുന്നേ? അതിന് ചേട്ടാ എന്റെ ഡോളിക്കുട്ടീനെ കാണുന്നില്ല. ഏത് നിന്റെ കളിപ്പാട്ടോ ഡോളിക്കുട്ടി? ബാർബി ഡോള്? അതെ ചേട്ടാ, എന്റെ ബാർബി ഡോൾ കുട്ടി. അവളെ കാണുന്നില്ല ഡോളിക്കുട്ടീനെ. രാവിലെ തൊട്ട് ഞാൻ തപ്പു, അവളെ കിട്ടിയതേ ഇല്ല. രാവിലെ പോയെന്ന് തോന്നുന്നു, മറ്റേ എന്റെ ബാർബി കുട്ടി പോയതുപോലെ. പോകുന്നതൊക്കെ പോട്ടെ, നമുക്ക് വേറെ വാങ്ങിച്ച പോരെ. അത് പറ്റത്തില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡോളിക്കുട്ടി. അവളെയും കളയത്തില്ലെങ്കിൽ അവളെ വേണം. കൺമണി മോള് വിഷമിക്കണ്ട, മോളുടെ ഡോളീനെ ചേട്ടാ എവിടുന്നാലും തപ്പി എടുത്തു തരാവേ. ശരി ചേട്ടാ. അല്ല നിന്റെ ഡോളിക്കുട്ടീനെ റൂമിൽ തപ്പിയായിരുന്നോ? അവിടെ എല്ലാം തപ്പി, ഞാൻ വീട് മൊത്തം തപ്പി, എന്നിട്ട് അവളെ കണ്ടില്ല. അവള് എവിടെ പോനാ? കൺമണി മോളെ, നീ എവിടെയെങ്കിലും മുറ്റത്ത് എവിടെയെങ്കിലും കൊണ്ടുവച്ച് മറന്നുപോയോ? ഇല്ല, ഞാൻ മുറ്റത്ത് നോക്കി, അകത്ത് എല്ലാ സ്ഥലത്തും നോക്കി, ഞാൻ ടെറസിന്റെ മുകളിൽ നോക്കി, മോളത്തെ നിലയിൽ എല്ലായിടത്തും നോക്കി, ഒറ്റയിടത്തും ഇല്ല. അന്ന് ഞാനൊന്ന് തപ്പി വെക്കണം. ചിലപ്പോൾ കൺമണി മോള് തപ്പിട്ട് ചിലപ്പോൾ കാണാത്തായിരിക്കും. ചിലപ്പോൾ അൽമാരയുടെ മുകളിൽ ആരെങ്കിലും കൊണ്ട് വെച്ചായിരിക്കും, അമ്മ എല്ലാം കൊണ്ട് വെച്ചാണ്. കൺമണി മോൾ ഇപ്പോൾ കുഞ്ഞതായണ്ടേ, നീളമല്ലല്ലോ, അതുകൊണ്ട് ഷെൽഫിന്റെ മുകളിൽ വല്ല വെച്ചേക്കുവാണെങ്കിൽ കൺമണി മോള് കണ്ടു കാണത്തില്ല. ചേട്ടന് പക്ഷെ നല്ല നീളമുണ്ടേ, കാണുമായിരിക്കും. ബാ തപ്പ. ബാ നമുക്ക് പോയി തപ്പം. ബാ. കൺമണി മോളെ, നീ എന്തിനാ കരയുന്നേ? അതെ, ഞാൻ തന്നെ ഡോളി. ഞാനൊരു മാജിക് ബാർബി ഡോളാ, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് വലുതായതും. ഞാൻ അവിടെ പോയില്ലായിരുന്നു, മോളുടെ കൂടെ അപ്രത്യക്ഷമായിട്ട് ഞാൻ പറന്ന് നടക്കുമായിരുന്നു. മോള് പേടിക്കണ്ട, മോളെ ഒന്നും ചെയ്യത്തില്ല. ഞാൻ മോളുടെ സ്വന്തം ഡോളി. ഞാൻ എന്നെ ഒന്നും ചെയ്യല്ലേ. പേടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒന്നും ചെയ്യത്തില്ല മോളെ. എനിക്ക് വേറെ ഒരു പേര് കൂടെ ഉണ്ട്. മോൾ ഇട്ട പേരില്ലേ ഡോളി, അത് തന്നെ എന്റെ പേര്. ബാക്കി എല്ലാരും എന്നെ വിളിക്കുന്നത് ബാർബി ഡോൾ എന്ന്, പക്ഷെ മോള് മാത്രം എന്നെ ഡോളി എന്ന് വിളിക്കുന്നത്. ഈ ഡോളി എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ക്യൂട്ട്നെസ് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടം ഡോളി എന്നുള്ള പേര്, അതുകൊണ്ടല്ലേ ഡോളിക്ക് ഞാൻ ഡോളി എന്ന് പേരിട്ടെ. മോളെന്തായാലും എനിക്ക് നല്ല പേര് തന്നെ ഇട്ടേക്കുന്ന ഡോളി. ഡോളി, നമുക്ക് കളിക്കാം. എനിക്ക് വയ്യ കളിക്കാൻ. അതെന്താ ഡോളി എന്നോട് കളിക്കാത്തേ? എനിക്ക് വയ്യ കളിക്കാൻ. പ്ലീസ് ഡോളി, നമുക്ക് രണ്ടുപേർക്ക് കളിക്കാം. വാ. കൊച്ചാ, നിന്നോടാ പറഞ്ഞു എനിക്ക് വയ്യെന്ന് കളിക്കാൻ. ഞാൻ പറഞ്ഞ അനുസരിക്കത്തില്ലേ? ഡോളി എന്തിനാ എന്നെ വഴക്ക് പറയുന്നേ? എന്നോട് കളിക്കാൻ വാ. ഈ കണ്ണുകൾക്ക് തന്നതിന്റെ പ്രാന്താണ് അവ കിടന്ന് കരയുന്നേ. അവളുടെ ഡോളി കാണാത്തിന് വേണ്ടിട്ട് കിടന്ന് കരയുന്നേ. അവൾ എന്തിനാ കാര്യം നോക്കിട്ട് വരട്ടെ. എടി കൊച്ച, നിന്നോടല്ലേ ഞാൻ പറഞ്ഞേ ഞാൻ കളിക്കാൻ വരത്തില്ലെന്ന്? പറഞ്ഞ അനുസരിച്ചില്ലേ? ഞാനൊരു മാജിക് ഡോളിയാ, എനിക്ക് നിന്നോട് കളിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് എന്റെ ബാർബി ലോകത്തുള്ള ബാർബി കുട്ടിയോടൊക്കെ കളിക്കാൻ പറ്റത്തുള്ളൂ. നിന്നോടൊന്നും കളിക്കാൻ എനിക്കൊരു ആവശ്യമില്ല കേട്ടോ കൊച്ചേ. എന്താണ് കൺമണി മോളെ നീ ഇരുന്ന് കരയുന്നേ? ഡോളി എന്തിന്നു? മാജിക് ഡോളി അതൊന്ന് സാധനമാ? ശരിക്കും വലിയ ഡോളി വന്നു നിന്റെ അടുത്ത്? എന്റെ അമ്മേ, മാജിക് ഡോളി ഞാൻ ആദ്യമായിട്ട് കേക്കുവാ. എന്റെ അമ്മേ, ഇതുള്ള കാര്യം തന്നെയാണോടി? സ്വപ്നം പോലെ കണ്ടാണോ നീ? അത് നിന്റെ ഡോളിയല്ലേ, പിന്നെന്താ നിന്നോട് ദേഷ്യപ്പെടുന്നേ? നിങ്ങൾ രണ്ടുപേരും എന്തായാലും ചെയ്യും, ഞാൻ പോവാ. ടാറ്റാ. നീ എന്താടി കൊച്ചേപ്പ് എന്നെ വിളിച്ചേ? വേറെന്താ ദുഷ്ടത്തി ഡോളി, ദുഷ്ടത്തി ഡോളിയാ. എടി നീ എങ്ങനെ എന്നെ ദുഷ്ടത്തി ഡോളി എന്ന് വിളിക്കോ? ഞാൻ വിളിക്കുള്ള ആർന്നല്ലേ പറഞ്ഞേ ദുഷ്ടത്തി ഡോളി. എന്നെ ഇനി ഒന്നുകൂടെ ദുഷ്ടത്തി ഡോളി എന്ന് വിളിച്ചാ അടിയുടെ പൊടിയർക്കന്നെയായിരിക്കും കേട്ടോ. ഞാൻ ദുഷ്ടത്തി ഡോളി എന്ന് വിളിക്കും. ദുഷ്ടത്തി ഡോളി, ദുഷ്ടത്തി ഡോളി. ഞാൻ നല്ല അടിയുടെ പൊടിയർക്കന്നെ ആക്കി തരാം കേട്ടോ. അതിനുമ്പ് നിന്നെ അടിയുടെ പൊടിയർക്കന്നെ ആക്കി ഞാൻ. നീ ദുഷ്ടത്തി ഡോളിയാടി. ഇത്ര കാലം നിന്നെ ഞാൻ സ്നേഹിച്ച് പൊന്നു പോലെ സൂക്ഷിച്ചു നടന്നവളാ. എന്നിട്ട് എന്നെ ഇപ്പൊ വഴക്ക് വരുന്നു കളിക്കാൻ വിളിച്ചപ്പം. എടി
ആ നീ എന്റെ ഡോളിനെ അടിക്കുമ്പോ നിന്നെ ഞാൻ അറിയുടെ പൊടിയെടുക്കണിയാക്കും. കൊച്ചേ നീ ഒരു വെറും കൊച്ചേ. ഞാൻ അതുപോലെ ഞാൻ സൂപ്പർ ഡോളിയാ. സൂപ്പർ ഡോളിയാ? എവിടുത്തെ സൂപ്പർ ഡോളി? ദുഷ്ടത്തി സൂപ്പർ ഡോളി. ഞാൻ ദുഷ്ടത്തി ഡോളി എന്ന് എന്നോട് ആരാ പറഞ്ഞു? ഞാൻ സൂപ്പർ ഡോളി എന്ന് പറഞ്ഞ സൂപ്പർ ഡോളി ഞാൻ. സൂപ്പർ ഡോളിയാ ഞാൻ. നീ സൂപ്പർ ഡോളി അല്ല, നീ ദുഷ്ടത്തി ഡോളിയാ. അല്ലെങ്കിൽ നിന്നെ ഇത്ര ഞാൻ പൊന്നു പോലെ എടുത്തോണ്ട് നടന്ന ഒരു കുഴപ്പമില്ലാതെ ഞാൻ എത്ര നാൾ നോക്കിട്ടെ ഞാൻ വിളിച്ചപ്പോ കളിക്കാനൊന്നും നീ വരാത്തെ? കൊച്ചു നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞു എന്റെ ബാർബി ലോകത്തുള്ള എന്റെ ബാർബി കുട്ടികളോട് മാത്രമേ എനിക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. അതെന്താ എന്നോട് കളിക്കാൻ പറ്റാത്തെ? എനിക്ക് നിന്നോടൊന്നും കളിക്കാൻ വയ്യ, എനിക്ക് എന്റെ കുട്ടികളോടെ കളിക്കാൻ പറ്റത്തുള്ളൂ. എന്നാ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്ക്, ഞാൻ വേറെ വാങ്ങിച്ചിട്ടേ അവളോട് കളിച്ചോളാം. ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങി ഇവിടുന്ന്. അയ്യോ ഇപ്പൊ ഇറങ്ങാൻ ഞാൻ. നീ മാത്രമേ പറയത്തുള്ളൂ ഞാൻ ദുഷ്ടത്തി ഡോളി എന്ന്, ബാക്കി എല്ലാരും സൂപ്പർ ഡോളി എന്ന് പറയുമല്ലോ. അത് നിന്നെ പറ്റി എല്ലാവർക്കും ആൾക്കാർ പറയുന്നേ. വേറെ ഏതെങ്കിലും സൂപ്പർ ഡോളിയെ കുറിച്ച് അറിയും. അല്ല, ഞാൻ തന്നെ ഈ ലോകത്തിലെ ഏറ്റവും സൂപ്പർ ഡോളി ഞാൻ തന്നെ. നീ മാത്രം തീരുമാനിച്ചാൽ മതി, ബാക്കി എല്ലാവരും തീരുമാനിക്കണ്ടേ? ഈ സൂപ്പർ ഡോളിനെ എല്ലാവർക്കും ഇഷ്ടമുള്ളൂ, നിനക്ക് മാത്രം എന്താ ഇഷ്ടമല്ലാത്തേ? നിന്നെ ഞാൻ കളിക്കാൻ വിളിച്ചിട്ട് നീ എന്താ വരാത്തെ? നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞു വെച്ചാൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇല്ല ഒരു അക്ഷരം വേണ്ടി അടിയുടെ പൊടിയെടുക്കഞ്ഞായിരിക്കും കേട്ടോ. നീ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങി പോയാൽ അടിയുടെ പൊടിയെടുക്കഞ്ഞായിരിക്കും കേട്ടോ. ഞാൻ ഒരിടത്തും പോകുന്നില്ലടി. ദുഷ്ടത്തി ഡോളി നിന്നോട് മര്യാദക്ക് പുറത്തിറങ്ങാനാ പറഞ്ഞേ. ഓ ദുഷ്ടത്തി ഡോളി പോയി. ഇതൊന്നൊരു ദുഷ്ടത്തി ഡോളി, എത്ര പേടിയായിരുന്നു എന്നെ. എന്റെ അടുത്തല്ലേ കളി. നീ പിന്നെ വന്നത് ദുഷ്ടത്തി ഡോളി? ഞാനേ പിന്നെ വന്നത് ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ 2-3 പേരും കൂടെ ഉണ്ട്. 2-3 പേര്? അതാരൊക്കെ? എനിക്ക് കാണുന്നില്ലല്ലോ. എല്ലാരും വാ അങ്ങോട്ട്. നിങ്ങൾ എത്തിയോ? എന്നെ പറ്റി പുകഴ്ത്തി പറയ് കൊച്ചിനോട്. ശരി ഡോളി. സൂപ്പർ ഡോളിക്ക് ജയ്, സൂപ്പർ ഡോളിക്ക് ജയ്. എടി കൊച്ചേ, നിനക്ക് ഇപ്പൊ വിശ്വാസമായോ? ഇവരെല്ലാരും എന്നെ സൂപ്പർ ഡോളി എന്ന് വിളിക്കുന്നേ, നീ മാത്രം എന്നെ ദുഷ്ടത്തി ഡോളി എന്ന് വിളിക്കുന്നേ. കണ്ടില്ലേ? എടി ദുഷ്ടത്തി ഡോളി, നീ ആണെങ്കിൽ ഇവർ രണ്ടുപേർക്ക് എന്തെങ്കിലും കൊടുത്തു കാണും. എന്നിട്ട് നിന്നെ പറ്റി പൊക്കി പറയാൻ വേണ്ടി പറഞ്ഞു കാണും അല്ലേ? പിന്നെ ഇവരെല്ലാരും എന്റെ ആൾക്കാർ തന്നെയാ. ഒന്നുകൂടെ എന്നെ പൊക്കി പറയുന്ന എല്ലാരും സൂപ്പർ ഡോളിക്ക് ജയ്, സൂപ്പർ ഡോളിക്ക് ജയ്. കണ്ട ഇവരെല്ലാരും എന്നെ പൊക്കി പറയുന്ന കണ്ടില്ലേ? നീ മാത്രം എന്നെ ദുഷ്ടത്തി ഡോളി എന്ന് വിളിക്കുന്നേ. അതെ, ഉള്ള കാര്യം കൊണ്ട് തന്നെയാ ദുഷ്ടത്തി ഡോളി എന്ന് വിളിക്കുന്നേ. അല്ലാതെ നല്ല ഡോളി ആണെങ്കിൽ സൂപ്പർ ഡോളി എന്ന് ഞാൻ വിളിക്കത്തില്ല. ദുഷ്ടത്തി ഡോളി ആണ് ദുഷ്ടത്തി ഡോളി എന്ന് വിളിക്കുന്നത് കേട്ടോ. അതെ, ഇത് ഡോളിയാക്കുള്ള വീടില്ലേ? ഇത് ഞങ്ങൾക്ക് താമസിക്കാനുള്ള വീട്. എല്ലാരും പോവാണെന്ന്. ഞങ്ങൾ എല്ലാരും പോവാ. പോയി സമാധാനം ആയിക്കോളും. വാ നമുക്ക് എല്ലാവർക്കും പോവാ. സൂപ്പർ ഡോളി കണ്ടടി കൊച്ചി, ഇവരെല്ലാരും എന്നെ സൂപ്പർ ഡോളി എന്ന് വിളിക്കുന്നേ. മിണ്ടാതെ പോവാനല്ലേ പറഞ്ഞേ? എല്ലാരും കൂടെ വന്നേക്കുന്നു ഇങ്ങോട്ട്. ഇതെന്താ ബാർബി ഡോളിനെ വെക്കുന്ന കട എല്ലാം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു ഇവിടെ. എന്തൊരു ദുഷ്ടത്തി ഡോളിയാണ് എന്റെ ഡോളി, ഇത്രയും സ്നേഹിച്ച എന്റെ ഡോളി. എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ വിഷമം വരുവാ. ഞാനെന്തിനാ വിഷമിക്കുന്നു? നല്ല സൂപ്പർ ഡോളിനെയാണ് വാങ്ങി കടയിൽ നിന്ന് അച്ഛനോട് പറഞ്ഞിട്ട്. എന്നെ എടുത്തില്ല കളി. ഞാൻ എഴുന്നേറ്റ് പോവാ.